തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പ് നിറഞ്ഞ ഒരു ലോകം ഉണ്ണിമിശിഹായെ വരവേൽക്കുവാനായിട്ട് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളിൽ ഓരോരുത്തരും വ്യാപൃതരായിരിക്കുന്ന ഒരു കാലഘട്ടം. സമ്മാനങ്ങൾ പങ്കുവയ്ക്കുവാനും സമ്മാനങ്ങൾ കൊടുക്കുവാനും ക്രിസ്മസ് കാർഡുകൾ അയക്കുവാനുമൊക്കെ തിരക്കുകളുള്ള ഒരു ലോകം ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നു. ക്രിസ്മസ് എന്നാൽ ദൈവം ഭൂമിക്ക് നൽകിയ വലിയൊരു സമ്മാനമാണെന്ന് കൂടി തിരിച്ചറിയണം. എന്താണ് ആ സമ്മാനം? അത് യേശുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്മസ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു എന്ന് തിരിച്ചറിയണം. ആ സമ്മാനത്തേക്കാൾ മറ്റൊരു സമ്മാനവും ഈ ലോകത്തിൽ നമുക്കില്ല എന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ കരുതുക കൂടി വേണം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു കഥയാണ് ഒ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന ചെറുകഥ. ഒ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന ആ ചെറുകഥയിൽ ആ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സമ്മാനം പങ്കുവയ്ക്കുവാനായിട്ട് ഒരുങ്ങുന്ന ദമ്പതികളെയാണ് ആ ചെറുകഥ ഇതിൽ കാണിക്കുന്നത്. ജിം ഡെല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിതം ആസ്വദിക്കുന്ന ദിവസങ്ങളാണ്. എല്ലാ ക്രിസ്മസുകളിലും അവർ ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ജീവിതമാണ്. എന്നാൽ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൽ ഏറ്റവും വലിയ സമ്മാനം നൽകണമെന്ന് അവർ രണ്ടുപേരും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡെല്ല അവളുടെ ചെറിയ ചെറിയ സമ്പാദ്യം അവൾ കൂട്ടിവെക്കാനായിട്ട് തുടങ്ങി. അത് അവളുടെ ഒരു കുടുക്കയിൽ അവളുടെ മിച്ചത്തിൽ അവളുടെ ചിലവ് കഴിഞ്ഞ് ലഭിക്കുന്ന ആ മിച്ചമുള്ള ഇത് എടുത്തിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിസ്മസ് അടുത്ത് വരുന്നു. ക്രിസ്മസിൻ്റെ തലേന്ന് അത് നല്ലൊരു സമ്മാനം കൊടുക്കണം. അതാഗ്രഹിച്ച് അവൾ ആ കുടുക്ക പൊട്ടിച്ചു. കുടുക്ക പൊട്ടിച്ചു കഴിയുമ്പോൾ അവൾ എണ്ണി നോക്കിയപ്പോൾ അവൾ അതിലുള്ളത് $1.87. ഈ $1 ഒരു 87 സെൻറ്റും കൊണ്ട് എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ ജിമ്മിന് നല്ലൊരു സമ്മാനം നൽകാനായിട്ട് പറ്റും? എങ്കിലും അവളുടെ ഉള്ളിലുള്ള ആഗ്രഹം ഇതാണ്. ജിമ്മിന് മനോഹരമായ നല്ലൊരു വാച്ചുണ്ട്, പക്ഷേ നല്ല സ്ട്രാപ്പില്ല. ആ വാച്ചിന് ചേർന്ന സ്ട്രാപ്പല്ല. അതുകൊണ്ട് നല്ലൊരു പ്ലാറ്റിനത്തിൻ്റെ സ്ട്രാപ്പ് വാങ്ങിക്കൊടുക്കണം. ഇതാണ് അവളുടെ ഉള്ളിൽ. ഈ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ അണിയുവാനായിട്ട് നല്ല ഒരു സ്ട്രാപ്പ് കൊടുത്താൽ അദ്ദേഹം ആ വാച്ച് അണിയും. വളരെ മനോഹരമാണ്. അവളിത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൾ പൈസ കിട്ടുന്ന പൈസയൊക്കെ ഇട്ട് കൂട്ടി. പക്ഷേ $1.87 ഉള്ളൂ. എങ്കിലും അവൾ മനസ്സുമെടുത്തില്ല. അവൾ അല്പനേരം ആലോചിച്ചിട്ട് അവൾ നേരെ പുറത്തേക്കിറങ്ങി. മാഡം ഡെഫ്രോണിയുടെ ആ മുടി വ്യാപാര കടയിലേക്ക് അവൾ ഓടി ചെല്ലുകയാണ്. ഈ ഡെല്ല ചെന്നിട്ട് അവളുടെ മനോഹരമായ മുടി അവൾ വിൽക്കുവാനായിട്ട് തയ്യാറായി. $20 ആ മുടി വിറ്റിട്ട് ആ പൈസ കൊണ്ട് അവൾ അഴകേറിയ ആ സ്വന്തം മുടി അത് തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി എടുത്ത് മുറിച്ച് വിറ്റിട്ട് പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഒരു സ്ട്രാപ്പ് അവൾ വാങ്ങി. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മനോഹരമായ നല്ല കവറ് ഒക്കെ ഉണ്ടാക്കി ആ ക്രിസ്മസ് പൊതി സമ്മാനം പ്രസൻറ്റേഷൻ കൊടുക്കാനായിട്ട് അവൾ കാത്തു വച്ചിരിക്കുകയാണ്. 24-ാം തീയതി കാത്തിരിക്കുക. രാത്രിയിൽ ഭർത്താവ് വരും. ജിമ്മും അത് ഓടിയെത്തി. ജിമ്മിൻ്റെ ഉള്ളിലും ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കണം. അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അത് ആമത്തോട് കൊണ്ടുണ്ടാക്കിയ ക്ലിപ്പുകൾ അവൾക്കൊരു ആകർഷണമാണ്. അതുകൊണ്ട് ഈ മനുഷ്യനും ആഗ്രഹിച്ചു, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൽ ഒരു സമ്മാനം, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സമ്മാനം ഇതായിരിക്കും. നല്ല ആമത്തോട് കൊണ്ടുള്ള ഈ ക്ലിപ്പ്, ഒരു സെറ്റ് ക്ലിപ്പ് ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കും. പ്രിയമുള്ളവരെ, ജിമ്മ് അദ്ദേഹത്തിൻ്റെ കയ്യിലും പൈസയുടെ ഒരു കുറവുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം
അദ്ദേഹവും ഒരു പദ്ധതി ഒരുക്കി ക്ലിപ്പ് വാങ്ങി വച്ചിരിക്കുക. ജിമ്മ് രാത്രിയിൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഈ ഡെല്ല തൻ്റെ സമ്മാന പൊതിയുമായിട്ട് വരികയാണ്. പെട്ടെന്ന് ജിമ്മ് അത്ഭുതപ്പെട്ടു, കാരണം അവളുടെ മുടി മുറിച്ചിരിക്കുക. ജിമ്മ് ചോദിച്ചു, ഡെല്ല നിൻ്റെ മുടി എവിടെ? അവൾ പറഞ്ഞു, കുഴപ്പമില്ല, കാരണം ഒരു വലിയ കാര്യത്തിന് ഞാനൊരു സമ്മാനം തരാനായിട്ട് എൻ്റെ മുടി ഒന്ന് ഞാൻ മുറിച്ച് വിറ്റു. അത് മുടി വളർന്നോളും, കുറച്ച് കഴിയും, അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ ഈ മുടിയൊക്കെ പഴയതുപോലെ കിട്ടിക്കോളും, അതുകൊണ്ട് വിഷമിക്കേണ്ട. കാരണം ഈ പ്രാവശ്യം എനിക്കൊന്ന് എൻ്റെ മുടി ഞാൻ ഈ സമ്മാനം വാങ്ങാനായിട്ട് ഞാൻ വിറ്റു. എവിടെ ജിം ആ വാച്ചൊന്ന് എടുത്ത് കാണിച്ചേ. ഞാനത് മനോഹരമായ വില കൂടിയ പ്ലാറ്റിനത്തിൻ്റെ ഒരു സ്ട്രാപ്പ് വാങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ആ സമ്മാനപ്പൊതി അഴിച്ചിട്ട് അവൾ ഈ ക്ലിപ്പ് ഇതെടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ജിം പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാനൊരു മനോഹരമായ സമ്മാനം വാങ്ങി. കാരണം ജിമ്മ് അതെടുത്ത് തുറന്ന് കാണിച്ചു കൊടുത്തു. ആമത്തോട് കൊണ്ടുള്ള ക്ലിപ്പുകളാണ്. ജിമ്മിൻ്റെ സമ്മാനമായിട്ട് കൊണ്ടുവന്ന ആമത്തോടുള്ള ക്ലിപ്പ് അണിയുവാനായിട്ട് ഡെല്ലയ്ക്ക് മുടിയില്ല. പക്ഷേ ഡെല്ല കരുതുന്നത് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ഈ സമ്മാനം കൊടുക്കാമല്ലോ. അവൾ നിർബന്ധിക്കാൻ തുടങ്ങി, ജിം ആ വാച്ച് എടുക്ക്, ആ വാച്ച് ഒന്ന് കാണിക്കട്ടെ, ഞാൻ എൻ്റെ ഈ പ്ലാറ്റിനം കൊണ്ടുള്ള മനോഹരമായ ഒരു സ്ട്രാപ്പ് വാങ്ങിയിട്ടുണ്ട്, ആ പഴയ ആ ലെതർ സ്ട്രാപ്പ് മാറ്റിയിട്ട് ഈ പ്ലാറ്റിനം കൊണ്ടുള്ള സ്ട്രാപ്പ് ഈ വാച്ചിൽ ഇടട്ടെ. പക്ഷേ ജിമ്മ് പൊട്ടിക്കരയാൻ തുടങ്ങി. നിനക്ക് വേണ്ടി ഈ ആമത്തോട് കൊണ്ടുള്ള ക്ലിപ്പുകൾ വാങ്ങുവാൻ ഞാൻ ആ വാച്ച് വിറ്റു. രണ്ടുപേരും ആ തണുപ്പുള്ള രാത്രിയിൽ മുഖത്തോട് മുഖം ഇരുന്നു. അവരുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു അഗ്നി അവിടെ വളരാനായിട്ട് തുടങ്ങി. അത്രയും നാളും പങ്കുവയ്ക്കാനായിട്ട് കൊടുത്ത സമ്മാനങ്ങളെക്കാൾ അവരുടെ ജീവിതം കൊണ്ട് ഒരു സമ്മാനം കൊടുക്കാനായിട്ട് അന്ന് കഴിഞ്ഞതിലുള്ള ആ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്ന ഒരനുഭവം. ജീവിത പങ്കാളിക്ക് വേണ്ടി തനിക്കുള്ളത് മുറിച്ചു കൊടുത്തുകൊണ്ട് സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ച ആ ഡെല്ലയുടെയും, അതുപോലെ തന്നെ ആ ജീവിത പങ്കാളിക്ക് വേണ്ടി തൻ്റെ വില കൂടിയ ആ വാച്ച് വിറ്റുകൊണ്ട് വാങ്ങിയ ആമത്തോട് കൊണ്ടുള്ള ആ ക്ലിപ്പും ആ രണ്ട് എടുത്തു വെച്ചിട്ട് പരസ്പരം സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. ആ ക്രിസ്മസ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. ജിമ്മിന് തന്നെ കൊടുത്ത ഒരു സംപ്രീതിയായിരുന്നു. ഡെല്ലയ്ക്കും തൻ്റെ ജീവൻ തന്നെ എൻ്റെ ഭർത്താവിന് സമ്മാനമായി കൊടുത്തല്ലോ എന്നുള്ള ആ സംതൃപ്തി. ആ രാത്രിയിൽ അവരൊരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ദേവാലയത്തിൽ പോകുമ്പോൾ പ്രിയമുള്ളവരെ, അവരുടെ ഹൃദയം മുഴുവനും സ്നേഹമായിരുന്നു. അവർ ആ ദേവാലയത്തിൽ ചെന്നിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് യഥാർത്ഥത്തിൽ സമ്മാനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ കൊടുക്കുന്ന സമ്മാനങ്ങൾ മറ്റുള്ളവരെ സ്നേഹത്തിൽ കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ? സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സമ്മാനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്, യേശു തന്നെയാണ്. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളൊരു സമ്മാനമായി മാറാനായിട്ട് കഴിയുന്നതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നമ്മൾ തിരിച്ചറിയണം. ബാഹ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ സമ്മാന പൊതികളുമൊക്കെ അതിൻ്റെയൊക്കെ നമ്മൾ അതിൽ എത്രമാത്രം നമ്മുടെ നൊമ്പരം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, എത്രമാത്രം നമ്മൾ സ്നേഹത്തിൻ്റെ അഭിഷേകം നമ്മൾ കൊടുക്കുന്ന സമ്മാന പൊതികളിലുണ്ട്. ഈ ഡെല്ലായെയും ജിമ്മിനെയും പോലെ കൊടുക്കുന്ന സമ്മാന പൊതികളിൽ സ്നേഹത്തിൻ്റെ ആഴമുണ്ടോ? ഇന്ന് സ്നേഹത്തിൻ്റെ ആഴം കുറഞ്ഞുകൊണ്ടിരിക്കുക. സമ്മാന പൊതികൾ വെറുതെ ഒരു സമ്മാനം കൊടുത്ത് ഒരു ക്യാഷ്വലായിട്ടുള്ള ഒരു ജീവിതശൈലിയിൽ, അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാകുന്നില്ല. നിൻ്റെ ബന്ധത്തിൽ നീ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിന്നെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ജിമ്മിന് വേണ്ടി ഒരു സമ്മാനം കൊടുക്കാനായിട്ട് ഡെല്ല കൊടുത്തത് അവളുടെ തന്നെ ജീവിതവുമായിട്ടുള്ള ബന്ധമാണ്. ഏറ്റവും സൗന്ദര്യമുള്ള മുടി, അവളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷണമായി നിൽക്കാൻ പറ്റുന്ന സന്തോഷം തരുന്ന ഒരു അവസ്ഥയാണ്. ആ സന്തോഷത്തെ സമ്മാനമായി കൊടുക്കാനായിട്ട് അവൾ തയ്യാറായി. പ്രിയമുള്ളവരെ, ക്രിസ്മസിനോട് ചേർന്ന് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ധ്യാനിക്കാൻ പറ്റുന്ന മറ്റൊരു ചിന്ത കൂടിയുണ്ട്. ഒരു ധനാഢ്യനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകളാണ്. കാരണം ഈ മകൾക്ക് ജന്മം നൽകിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന്
ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മകളാണ്, അദ്ദേഹം ജീവിക്കുന്നത് തന്നെ ഈ മകൾക്ക് വേണ്ടിയാണെന്ന് പലരോടും പറയും. പക്ഷേ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദുശീലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്വകാര്യ ദുഃഖങ്ങൾ മാറ്റാനായിട്ട് അദ്ദേഹം അവലംബമാക്കിയത് മദ്യപാനമായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും നന്നായിട്ട് മദ്യപിക്കും, പക്ഷേ മകളോട് വളരെ സ്നേഹമാണ്. ഓരോ ക്രിസ്മസിലും ഈ മനുഷ്യൻ നല്ല സമ്മാനപ്പൊതികളാണ് ഈ മകൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഈ മകൾ വളർന്ന് അവൾ കോളേജിലൊക്കെ പഠിക്കുന്നു. അവളുടെ കോളേജിലെ പഠനമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം ആ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഈ മകൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം ആ നഗരത്തിലെ ഓരോ ഷോപ്പിംഗ് മാളുകൾ കയറി ഇറങ്ങുകയാണ്. ഡ്രൈവർ കൂടെയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുണ്ട്. അദ്ദേഹം പല സമ്മാനങ്ങൾ നോക്കിയിട്ടും മകൾക്ക് ചേർന്ന സമ്മാനം കിട്ടുന്നില്ല. അദ്ദേഹം വളരെ ക്ഷീണിതനാകാനായിട്ട് തുടങ്ങി. അദ്ദേഹം കൂടെയുള്ള ഡ്രൈവറിനോട് പറഞ്ഞു, ഈ ക്രിസ്മസിന് എൻ്റെ മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എനിക്ക് ഈ പ്രാവശ്യം കൊടുക്കണം, അത് നീ എന്നെ സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കണം. ഈ മാളിലുള്ള ഏതെങ്കിലും നല്ല സമ്മാനം നീ ഒന്ന് കണ്ടുപിടിച്ച് തരിക. പ്രിയമുള്ളവരെ, ഈ ഡ്രൈവറിനറിയാം ഈ മകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സുബോധമുള്ള ഒരു ഡാഡിയായി തൻ്റെ അപ്പനെ കാണാനാണ്. സുബോധമുള്ള, മദ്യപിക്കാത്ത നല്ലൊരു ഡാഡിയായിട്ട് തൻ്റെ അപ്പൻ കാണണമെന്ന് ഈ മകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ ഡ്രൈവറിനറിയാം. അതുകൊണ്ട് ഡ്രൈവർ അല്പനേരം സമ്മാനങ്ങൾ തിരഞ്ഞു നോക്കിയിട്ട് ഇവിടെ ഒന്നും സമ്മാനമില്ല, നല്ല സമ്മാനം ഒന്നും കിട്ടുന്നില്ല, അടുത്ത മാളിലേക്ക് നമുക്ക് പോകാം. വീണ്ടും അടുത്ത മാളിലേക്ക് ഈ മനുഷ്യനുമായി പോയി അവിടെയും കുറച്ച് തിരഞ്ഞു നോക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഈ ഡ്രൈവർ ഈ മനുഷ്യനോട് പറയുകയാണ്, ഈ ക്രിസ്മസിൽ നിങ്ങളുടെ മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമുണ്ട്, വില കൂടിയ വലിയൊരു സമ്മാനം. അത് ഈ ലോകത്തിലുള്ള ഏത് മാളുകളിൽ ചെന്നാലും കിട്ടാത്ത ഒരു സമ്മാനം നിങ്ങൾക്ക് ഈ തവണ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ ക്രിസ്മസ് ദിനങ്ങളിൽ മകൾക്ക് കൊടുത്ത സമ്മാനങ്ങളെക്കാൾ ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ ഈ മനുഷ്യന് വളരെ ആകാംക്ഷയായി, എന്താണ് അത്, എവിടെയുണ്ടെങ്കിലും നമുക്കത് വാങ്ങാം, അതെന്താണെന്ന് പറയുക. ഈ ഡ്രൈവർ പറഞ്ഞു, സുബോധമുള്ള ഒരപ്പനായി നിങ്ങളുടെ മകളുടെ മുന്നിൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസിന് നിങ്ങളെ തന്നെ കൊടുക്കാനാവുമോ? വല്ലാത്തൊരു ഉള്ളിൽ ഒരു ഇടിത്തി വീഴുന്ന ഒരു ചോദ്യം പോലെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ അത് വന്നു. സുബോധമുള്ള ഒരപ്പനായി, ഒരു ഡാഡിയായി നിങ്ങളുടെ മകൾക്ക് നിങ്ങളെ സമ്മാനമായി കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം കുറേ നേരം സ്തംഭിച്ചു നിന്നു. എന്തോ ഒരു തീരുമാനമെടുത്തെന്ന പോലെ അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് ഡ്രൈവറുമായി യാത്ര ചെയ്യുകയാണ്. യാത്രയിലുടനീളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ 1000 ചിന്തകൾ കടന്നുപോയി. എൻ്റെ സന്തോഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഈ മദ്യപാനത്തെ ഞാൻ ഉപേക്ഷിക്കണോ? എൻ്റെ മകൾക്ക് ഏറ്റവും വലിയ സമ്മാനമായിട്ട് കൊടുക്കാൻ ഞാൻ ഈ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യണോ എന്നുള്ള ചില ചിന്തകളും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നുപോയി. എന്നാൽ ആ മനുഷ്യൻ ധീരതയോടെ ഒരു നിലപാടെടുത്തു. എൻ്റെ മകൾക്ക് ഒരു വലിയ സമ്മാനം കൊടുക്കുവാൻ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു. മദ്യപാനമെന്ന ആ തിന്മയെ ആ ദിനത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്രിസ്മസിൻ്റെ ആ തലേ രാത്രിയിൽ മകളുടെ മുമ്പിൽ വെറും കൈയോടെ കടന്നു ചെന്നിട്ട് പറഞ്ഞു, മകളെ, ഞാൻ ഇന്ന് ഈ ക്രിസ്മസിന് നിനക്ക് നൽകുന്ന സമ്മാനം സുബോധമുള്ള ഒരു ഡാഡിയെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ എംബ്രേസ് ചെയ്യാനായിട്ട് കൈ കാണിച്ചതും അവളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദത്തിൻ്റെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി അവൾ ഡാഡിയെ കെട്ടിപ്പുണർന്ന് പറഞ്ഞു, ഡാഡി, ഈ സമ്മാനമാണ് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ കൊടുക്കാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ്. വ്യക്തി ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് നമ്മൾ അറിയാറുണ്ടോ? ഓരോ വ്യക്തിയുടെ ഉള്ളിലും സ്നേഹത്തിനായിട്ട് ദാഹിക്കുന്നുണ്ട്, അംഗീകാരത്തിനുള്ള ദാഹമുണ്ട്, കരുതലിൻ്റെ ഒരു സമ്മാനം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹത്തോടെയുള്ള സൗഹൃദങ്ങളും വാക്കുകളും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഭൗതികമായ സമ്മാനങ്ങളെക്കാൾ ഉപരി നാം നമ്മെ തന്നെ സമ്മാനമായി ക്രിസ്തുവാകുന്ന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ക്രിസ്തുവിനെ കൊടുക്കുന്ന സമ്മാനമായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. അതിന് ദൈവത്തിൻ്റെ അഭിഷേകം വേണം. ദൈവകൃപ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്കൊരു സമ്മാനമായിട്ട് മാറാം. പാപം വർദ്ധിച്ചിടത്ത് ദൈവത്തിൻ്റെ കൃപ അതിലേറെ വർദ്ധിച്ചുവെന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. പാപം വർദ്ധിച്ചിടത്ത് ദൈവത്തിൻ്റെ കൃപ അതിലേറെ വർദ്ധിച്ചുവെന്ന് പൗലോസ് ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്. പാപം വർദ്ധിച്ചിടത്ത് ദൈവത്തിൻ്റെ കൃപ അതിലേറെ വർദ്ധിച്ചു പൗലോസ് ലീഹ പറയുകയാണ്. ആ കൃപയുടെ അഭിഷേകം നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കൊരു സമ്മാനമായി മാറുമ്പോൾ
നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. പാപം ഉപേക്ഷിച്ചുകൊണ്ട് നീ ഒരു സമ്മാനമായി നിൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് നൽകുക. ഒരുപക്ഷെ ജീവിത പങ്കാളിയെ സംശയിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവ വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ നീ ഈ ക്രിസ്മസ് ദിനത്തിൽ നിൻ്റെ ഭാര്യയ്ക്ക് നീ ഒരു സമ്മാനമായി മാറണമെങ്കിൽ ഈ സംശയമെന്ന ദുർഭൂതത്തെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റി വിശ്വസ്തതയുള്ള ഒരു ജീവിത പങ്കാളിയായിട്ട് മാറുക. മദ്യപിച്ചുകൊണ്ട് ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ മക്കൾക്കും ഭാര്യയ്ക്കും മദ്യപാനം എന്ന തിന്മ അവരുടെ ജീവിതത്തിൽ വിഷമം നൽകുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ തിന്മ ഉപേക്ഷിച്ചുകൊണ്ട് നല്ലൊരു സമ്മാനമായി നിന്നെ തന്നെ കൊടുത്താൽ ക്രിസ്മസ് നിനക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറും. കുടുംബ ബന്ധങ്ങളിൽ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കലഹിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ആ കലഹ സ്വഭാവം എടുത്തു മാറ്റിക്കൊണ്ട് ശാന്തതയോടെ എല്ലാവരുമായി ഇടപെടുമെന്ന് നീ തീരുമാനമെടുത്ത് നീ നിലപാടെടുക്കുമ്പോൾ നീ ഒരു സമ്മാനമാണ്. ക്രിസ്മസ് യഥാർത്ഥത്തിൽ സമ്മാനങ്ങളുടെ ഒരു സമ്മാനങ്ങൾ പങ്കുവയ്ക്കുന്ന കാലഘട്ടമാണ്. സമ്മാനത്തിൻ്റെ വില അതിൻ്റെ പിന്നിലെ ത്യാഗമാണെന്ന് തിരിച്ചറിയണം. സമ്മാനം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ത്യാഗത്തിൻ്റെ ആഴമാണ് ആ സമ്മാനത്തെ വിലയുള്ളതായി കരുതുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ ആ ചെറുകഥയിലെ ആ ഡെല്ല ജിം ദമ്പതികൾ അവരുടെ ത്യാഗമാണ്. അവർ കൊടുക്കാൻ ആഗ്രഹിച്ച സമ്മാനത്തിന് അവർ കൊടുത്തൊരു ത്യാഗമുണ്ട്. ഒരുപക്ഷെ ചില ദുശീലങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ ഒരു ത്യാഗത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകും. ചെറിയ സന്തോഷങ്ങൾ തരുന്ന സൗഹൃദങ്ങളാകാം, ചില ദുശീലങ്ങളാകാം, ചില കൂട്ടുകെട്ടുകളാകാം. ഇത് ജീവിതത്തിൻ്റെ മറ്റുള്ളവർക്ക് ഒരു വേദന കൊടുക്കുന്ന അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ തിന്മകളെ, ആ സന്തോഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നീ നല്ലൊരു സമ്മാനമായി ഈ ക്രിസ്മസിൽ മാറാൻ തയ്യാറായാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായ യേശുവാണ് ഏറ്റവും വലിയ സമ്മാനമെന്നുകൂടി ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൽ നമ്മൾ തിരിച്ചറിയണം. ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം യേശു തന്നെയാണ്. ദിവ്യകാരുണ്യമായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്മാനമായിട്ട് നമ്മൾ കരുതേണ്ടത്. അതല്ലാതെ ബാഹ്യമായിട്ട് കിട്ടുന്ന സമ്മാനപ്പൊതികൾക്കും സമ്മാനത്തിനും വേണ്ടി നമ്മൾ ഈ യഥാർത്ഥ സമ്മാനത്തെ നമ്മൾ മറക്കരുത്. ഇന്ന് പലപ്പോഴും ചിലർ ക്രിസ്മസൊക്കെ ആഘോഷിക്കുമ്പോൾ ദേവാലയത്തിൽ പോയി പിതാവായ ദൈവം തന്ന ഈ സമ്മാനത്തെ സ്വീകരിക്കാതെ ക്ലബ്ബുകളിലും അതുപോലെ തന്നെ മറ്റ് സൗഹൃദ കൂട്ടായ്മകളിലൊക്കെ ചെന്ന് ആ ദിനത്തെ വികലമാക്കി സമ്മാനങ്ങൾ കൈമാറുന്നത് കാണാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം തന്ന സമ്മാനത്തെ സ്വീകരിച്ചിട്ട് നീ മറ്റുള്ളവർക്ക് നല്ലൊരു സമ്മാനമായിട്ട് മാറാനാണ് ക്രിസ്മസ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനയ്ക്ക് പോകാതെ ഫ്രണ്ട്സുമായിട്ട് കടന്നു ചെന്നിട്ട് ഫ്രണ്ട്സ് തരുന്ന ഗിഫ്റ്റായ ഒരു പാർട്ടി അതാണ് സമ്മാനമെന്ന് കരുതിയാൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരു പ്രവൃത്തിയാണ്. പിതാവായ ദൈവം കാൽവരിയിൽ കൊടുത്ത വിലയാണ്. യേശുവിൻ്റെ ജനനത്തിന് ആ സമയത്ത് നമ്മൾ തിരിച്ചറിയണം. യേശു ജനിക്കുന്ന ഈ ഭൂമിയിൽ കടന്നു വന്നത് തന്നെ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ കൂടി ഒന്നാണ്. അതാണ് ഏറ്റവും വലിയ സമ്മാനം. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവൻ കടന്നു വന്നത് എൻ്റെ പാപങ്ങൾക്ക്, ശാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഒരു വലിയൊരു സമ്മാനം നൽകാനാണ്. ആ സമ്മാനത്തെ സ്വീകരിക്കാതെ ക്രിസ്തുവിൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന സമ്മാനങ്ങളിൽ ക്രിസ്തുവില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, ത്യാഗമില്ലെങ്കിൽ, വിശുദ്ധിയില്ലെങ്കിൽ നമ്മൾ ഈ ആഘോഷങ്ങളെ വികലമാക്കുന്നു എന്നുകൂടി തിരിച്ചറിയണം. നമ്മൾ കൊടുക്കുന്ന സമ്മാന പൊതികളിൽ വിശുദ്ധിയും സ്നേഹവും വിശ്വസ്തതയുമുണ്ടോ? വിശുദ്ധിയും സ്നേഹവും വിശ്വസ്തതയുമുള്ള സമ്മാനങ്ങളായി മാറണമെങ്കിൽ പിതാവായ ദൈവം ലോകത്തിന് നൽകിയ യേശുവാകുന്ന സമ്മാനത്തെ ആദ്യം നമ്മൾ സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിച്ചാലേ നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു സമ്മാനമായി മാറാനായിട്ട് പറ്റുകയുള്ളൂ. വചനം മാംസം ധരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ഇന്നും ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന ആ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ സമ്മാനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ നിലപാടുകൾ, നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ സമ്മാനങ്ങളായി മാറുകയുള്ളൂ. വിശ്വസ്തത പുലർത്തുന്ന ഒരു പങ്കാളിയായി ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് മാറാൻ സാധിച്ചാൽ, മാതാപിതാക്കളെ അനുസരിക്കുന്ന അവരുടെ വാക്കുകളുടെ മുമ്പിൽ ആ വാക്കുകൾ ഏറ്റെടുത്ത് അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റാനായിട്ട് തയ്യാറാകുന്ന ഒരു മകളായി നീ മാറുമ്പോൾ നീ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്കൊരു വലിയൊരു ക്രിസ്മസ് സമ്മാനം കൊടുക്കുകയാണ്. രാജാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാനായിട്ട് പ്രജകളെയെല്ലാം രാജാവ് വിളിച്ചുകൂട്ടി. മനോഹരമായൊരു രസകരമായൊരു കഥയാണ്. രാജാവ് വിളിച്ചിട്ട്
തൻ്റെ രാജാവിൻ്റെ ജന്മദിനമാണ്. ഈ രാജാവിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹം അടുത്തുള്ള പ്രജകളെയൊക്കെ വിളിച്ച് ആ കൊട്ടാരത്തിൽ വിളിച്ചു വിട്ട് അവർക്ക് ഒരു പാർട്ടി കൊടുക്കാനായിട്ട് തയ്യാറായി. പാർട്ടിയോടൊപ്പം സൽക്കാരം കൊടുക്കുന്നതോടൊപ്പം ഈ രാജാവ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെന്ന് ഓടിച്ചെന്ന് തൊടാം, ആ തൊടുന്നത് നിങ്ങൾക്ക് സമ്മാനമായി ഞാൻ തരും. പ്രിയമുള്ളവരെ, അവിടെ വന്ന കുട്ടികളോടാണ് പറഞ്ഞത്. കാരണം കുട്ടികൾക്ക് വേണ്ടി ഒരു സമ്മാനം രാജാവ് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഓരോ കുട്ടികളും ഓടി അവർക്ക് കണ്ണിന് കൗതുകരമായ പല സാധനങ്ങളും അവർ ചെന്ന് തൊട്ടു. രാജാവ് ഈ സമയത്താണ് അവരുടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി, വളരെ ബുദ്ധിയുള്ള ഒരു കുട്ടി, അവൻ ഓടിച്ചെന്ന് രാജാവിനെ ചെന്ന് പിടിച്ചു, രാജാവിനെ ചെന്ന് തൊട്ടു. അവന് രാജാവാണ് ഏറ്റവും വലിയ സമ്മാനം. രാജാവിനെ തൊട്ടവന് രാജാവും രാജാവിനോടൊപ്പം ഉള്ള എല്ലാം അവന് കിട്ടാനായിട്ടുള്ള ഒരു വലിയ സമ്മാനമായിട്ട് മാറി. മറ്റുള്ളവരൊക്കെ ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി രാജാവിനെ മറന്നിട്ട് ചില സമ്മാനങ്ങൾ അവർ നേടിയെടുത്തു. പക്ഷേ അതൊക്കെ കാലയവനികയ്ക്കുള്ളിൽ ചെറുതായിട്ട് മാറിപ്പോയി. എന്നാൽ രാജാവിനെ തൊട്ട കുട്ടിക്ക് അവൻ്റെ ജീവിതകാലം മുഴുവനും രാജാവ് ജീവിച്ചിരുന്നിടത്തോളം കാലം എല്ലാം അവന് സമ്മാനമായിട്ട് മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ക്രിസ്തു എന്ന രാജാവിനെ നമ്മൾ സമ്മാനമായി കൊടുക്കുക. ക്രിസ്തുവാണ് യഥാർത്ഥ വലിയ സമ്മാനം. ക്രിസ്മസിൽ നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയേണ്ടത് ഏറ്റവും വലിയ സമ്മാനം യേശു തന്നെയാണ്. യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഈശോയാകുന്ന സമ്മാനം സ്വന്തമാക്കിയാൽ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ കിട്ടും. ഈശോ എന്ന സമ്മാനത്തെ നമ്മൾ സ്വന്തമാക്കിയാൽ യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ കിട്ടും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു സമ്മാനമാകും. സ്നേഹത്തിൻ്റെ സമ്മാനമാകും, ക്ഷമയുടെ സമ്മാനമാകും, ആനന്ദത്തിൻ്റെ സമ്മാനമാകും, ആത്മസംയമനത്തിൻ്റെ സമ്മാനമാകും. പ്രിയമുള്ളവരെ, ഈ സമ്മാനമാണ് ലോകം ആഗ്രഹിക്കുന്നത്. നീ ഒരു സമ്മാനമായി ലോകത്തിന് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കിട്ടണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സമാധാനം, ആനന്ദം, ദയ, ക്ഷമ, സൗമ്യത, ആത്മസംയമനം. ലോകം ആഗ്രഹിക്കുന്ന സമ്മാനം അതാണ്. ഇന്ന് ഓരോ മനുഷ്യ ജീവിതങ്ങളും ആഗ്രഹിക്കുന്നത് സമാധാനമെന്ന സമ്മാനത്തെയാണ്, സന്തോഷമെന്ന സമ്മാനത്തെയാണ്, ക്ഷമയെന്ന സമ്മാനത്തെയാണ്. മറ്റുള്ളവരെന്നോട് ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വെച്ച് ബന്ധങ്ങൾ അകന്നു നിർന്നുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, നമ്മുടെ സൗഹൃദങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സമ്മാന പൊതികൾ പങ്കുവയ്ക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ അകറ്റി നിർത്തിയവർ നമ്മളിൽ നിന്ന് ഒരു സമ്മാനം ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിൻ്റെ ക്ഷമയായിരിക്കാം. നീ ഒന്ന് ക്ഷമിച്ചു എന്ന് പറയുന്ന വാക്ക് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അവരുടെ ഇടയിൽ ചെന്ന് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ഒരു സമ്മാനമായിട്ട് മാറുന്നു. ഒരുപക്ഷെ പ്രോത്സാഹനത്തിൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാകാം, കരുതലിൻ്റെ ഒരു സ്പർശനമേൽക്കാൻ ആഗ്രഹിക്കുന്നവരാകാം. അവർക്ക് നിനക്ക് സമ്മാനമായി മാറണമെങ്കിൽ നീ അവരുടെ ഇടയിൽ ചെന്ന് അവരോടൊപ്പം ആയിരിക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ ക്രിസ്തു എന്ന സമ്മാനം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ നീ മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകുവാനായിട്ട് പിതാവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനെ ആദ്യം ഹൃദയത്തിൽ സ്വീകരിക്കുക. ക്രിസ്മസ് ദിനത്തിൽ അതിനായിട്ടുള്ള ഒരുക്കം ഇന്നു മുതൽ നമുക്ക് ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ സമ്മാനം അത് അൾത്താരയിൽ മുറിക്കപ്പെടുന്ന ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനായിട്ട് ഹൃദയം കൊടുത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുക വിശുദ്ധമായൊരു ഹൃദയത്തിൽ. അതിന് തടസ്സമായി നിൽക്കുന്ന പാപമേഖലകളെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് നാളത്തേക്കല്ല, ഉപേക്ഷിച്ചാൽ പിന്നെ മാറ്റാനായിട്ട് പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഈ തിരുവചനത്തിൽ ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ ഒരപ്പന് ഒരപ്പൻ്റെ മകൾക്ക് ആഗ്രഹിച്ച് അപ്പൻ അന്വേഷിച്ച സമ്മാനം, അവസാനം അദ്ദേഹത്തിൻ്റെ ദുശ്ശീലമായ ഈ മദ്യപാനം ഉപേക്ഷിച്ചിട്ട് തന്നെ ഒരു സമ്മാനമായിട്ട് കൊടുക്കുക. പിന്നെ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ആ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം സമ്മാനമായി തൻ്റെ മകൾക്ക് കൊടുത്ത ആ വാക്ക്, ആ ജീവിതം, പിന്നെ അദ്ദേഹം അതിൽ നിന്ന് മാറിയിട്ടില്ല. പലപ്പോഴും ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഒരു ദിവസം അല്ലെങ്കിൽ ക്രിസ്മസ് കാലഘട്ടത്തിൽ അതിന് ഒരുക്കമായിട്ടുള്ള നോമ്പ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ മദ്യപിക്കാതിരിക്കും. അല്ലെങ്കിൽ ചില പാവങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയിരിക്കും. വെറുപ്പില്ലായിരിക്കാം, വൈരാഗ്യ ചിന്തകളില്ലായിരിക്കാം, അല്ലെങ്കിൽ മദ്യപാനമില്ലായിരിക്കാം. പക്ഷേ ഈ ആഘോഷങ്ങളുടെ ഈ സമയം എത്തിക്കഴിയുമ്പോൾ, അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ തലങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ടോ? ഉപേക്ഷിച്ച മദ്യപാനത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിഞ്ഞു നടക്കുമ്പോൾ നീ സമ്മാനം കൊടുത്തത് അത് കാപഢ്യത്തിൻ്റെ സമ്മാനമായിട്ട് മാറിയെന്ന് തിരിച്ചറിയണം.
വിശ്വസ്തതയുള്ള വിശ്വാസമുള്ള ഒരു ജീവിതം നയിക്കുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് നീ നിൻ്റെ ജീവിത പങ്കാളിക്ക് നീ ഒരു സമ്മാനമായി മാറിയിട്ട് വീണ്ടും യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിശ്വസ്തതയും ചില തെറ്റായ നിലപാടുകളും എടുക്കുമ്പോൾ നീ കൊടുത്ത സമ്മാനം വികലമാകുന്നു എന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ക്രിസ്തുവാകുന്ന സമ്മാനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു സമ്മാനമായിട്ട് മാറാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വിതരണം ചെയ്യുന്ന സമ്മാനപ്പൊതികളായി നമ്മുടെ ജീവിതങ്ങൾ മാറാനായി ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പരിശീലിക്കാം, ഒരുങ്ങാം. ഈ ക്രിസ്മസിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അതിനായിട്ട് ഒരുങ്ങാം. ഈ ക്രിസ്മസിൽ ഞാനൊരു വലിയൊരു മനോഹരമായ സ്നേഹമുള്ള വിശുദ്ധിയുള്ള ഒരു സമ്മാനം എൻ്റെ കുടുംബത്തിന് നൽകും. ആ ഒരു തീരുമാനത്തോടു കൂടി നമുക്കതിനായിട്ട് ഒരുങ്ങാം. നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ക്രിസ്മസിൻ്റെ ആരംഭ നാളുകളിൽ ഞങ്ങൾ പ്രവേശിച്ച് അതിനായി ഒരുങ്ങുമ്പോൾ പലർക്കും ഞങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കാനും പലരുടെയും സമ്മാനങ്ങൾ സ്വീകരിക്കുവാനുമൊക്കെ ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. കർത്താവെ, പിതാവായ ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ദിവ്യകാരുണ്യമായ ഈശോയാണെന്ന് തിരിച്ചറിഞ്ഞ് വചനമായ ഈശോയെയും ദിവ്യകാരുണ്യമായ ഈശോയെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഞങ്ങളുടെ വിശുദ്ധമായ ജീവിതമാണെന്നും മറ്റുള്ളവർക്ക് ക്രിസ്തുവാകുന്ന സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും സമാധാനവും കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് തിരിച്ചറിഞ്ഞ് അതിന് യോഗ്യമായി ഞങ്ങളെ തന്നെ സമ്മാനങ്ങളായി പങ്കുവയ്ക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.